studied his models of care, deeply committed to the belief that aging should be a journey of vitality and purpose. Dr. Joy continues to inspire and empower. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള മാതിരി ഇരിക്കുന്ന ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ പലർക്കും എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ ഉടനെ നമ്മൾ ആക്റ്റീവ് ഇല്ലാതിരുന്നാൽ നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യാതെ ഐഡിയലായിട്ട് വീട്ടിലിരുന്നാൽ ഐഡിയലായിട്ട് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിൽ ഇരുന്ന് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്കാണ് മേ ബി പ്രോൺ ടു ഡിമെൻഷ്യ എന്നുള്ളത്. നമ്മുടെ ഫൈനൽ ഇതിലേക്ക് എത്തിയിരിക്കുന്ന രണ്ടുപേരാണ്. രണ്ടുപേരിൽ ആര് ജയിക്കുമെന്നറിയാൻ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ആകാമാകുന്നത്. ആക്ച്വലി ഇതിന് 2 വിജയികളുണ്ടാവും ഈ ഗെയിമിന്. പ്രോത്സാഹിപ്പിക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ 19 പേരിൽ കളിച്ച് നമ്മുടെ രാജശേഖരനിലാണ് ഉണ്ടെങ്കിലും ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ ഈ 50 വർഷം 60 വർഷം ഓടിയതിൻ്റെതായ ചെറിയ ചെറിയ പരിക്കുകളും അല്ലറ ചില്ലറ പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ നമുക്ക് ആരോഗ്യപൂർവ്വമായ വാർദ്ധക്യം സ്വായത്തമാക്കാമെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ നോക്കുന്നത്. കാരണം ഇതൊന്നും ഇല്ല എന്നും നിങ്ങൾ കാരണം പ്രായമായ എന്റെ മാതാപിതാക്കളും എന്നെ പ്രതീക്ഷയോടെ വളർത്തി MBBS ഒക്കെ കഴിഞ്ഞ് MD അഡ്മിഷൻ കിട്ടിയ സമയത്ത് എനിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടി.
ഞാൻ സെയിന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ മെഡിസിനിൽ ജോയിൻ ചെയ്യണ്ടാകുന്ന നമ്പറുകൾ കൂടുതലിനെ കുറിച്ച് ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പൊ എന്റെ അപ്പൻ എന്നോട് പറഞ്ഞതാണ്, എന്റെ അപ്പനത്ത് റിട്ടയർ ആയിരിക്കുന്ന അവസ്ഥയെന്ന് പറയണം, എന്നോട് പറഞ്ഞു ഈ കിഴവന്മാരെ നോക്കാൻ പോകാറുള്ളൂ. പക്ഷേ നമ്മുടെ കുട്ടികളൊക്കെ ജീവിച്ചിരിക്കാനുള്ള ഒരു പരിധിവരെ കാരണമാകുന്ന വാക്സിനുകളാണ്. പ്രായമുള്ളവർക്ക് 4 വാക്സിനുകളാണ് റെക്കമെൻഡ്. ഇത് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോഴും ഫുള്ളി ഫ്രീ ആയിട്ട് തന്നെ തുടങ്ങിയിട്ടില്ല. കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന കരട് വയോജന രേഖയിൽ, അതായത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 10 വർഷം വരുമെന്ന് പറയപ്പെടുന്നു. ഇത് വാക്സിൻ ഫ്രീ ആയിട്ട് തരും എന്ന് പറയപ്പെടുന്നു. ഇത് തന്നില്ലെങ്കിൽ ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ചെടുക്കാവുന്നതാണ്. എല്ലാ വർഷവും മെയ് ജൂൺ മാസത്തിൽ ഇൻഫ്ലുവൻസ